Hello, good morning. Today we are to do a problem on isometric view. Pentagonal The question is draw the isometric view of a pentagonal prism of base side 50 mm and height 100 mm, resting on its base with a vertical face perpendicular to VP. Second question. So we have to draw the isometric view of a pentagonal prism. So ആദ്യം മനസ്സിലാക്കേണ്ടത് isometric view ആണ്, so that we can take the true length. Okay. And base edge is 50 and height is equal to 100 and one of its vertical face is perpendicular to VP. One of its vertical face perpendicular to VP. അപ്പോൾ ഈ കണ്ടീഷനിൽ വെച്ചിട്ടുള്ള പെന്റഗണൽ പ്രിസത്തിന്റെ ഓർത്തോഗ്രാഫിക് വ്യൂ ആദ്യം വരണം. അത് നമുക്കറിയാം, അത് ആദ്യം വരയ്ക്കുക. പിന്നെ എങ്ങനെയാണ് അതിൽ നിന്ന് ഐസോമെട്രിക് വ്യൂ വരയ്ക്കുന്നതാണ് എടുക്കാൻ. So first of all, we have to draw the orthographic projection of pentagonal prism. Draw the reference line xy. Draw the reference line xy. One of its vertical faces is perpendicular to VP എന്ന് പറഞ്ഞിട്ടുണ്ട്. So ആ ഫേസ് ആദ്യം വരയ്ക്കുക. Pentagonal prismത്തിന്റെ initial position top view. So that we can name it as is A, B, C, E, or 5. Then its height is equal to, this is the axis of P. Then height is equal to 100, so that we can draw its front view. We can draw its front view. Okay. This is the front view. This is the front view. And here named as A dot is the visible edge. B dot, 2 dot is the hidden edge. Here this is O dot, B dot is the axis. G dot 5 dot is the visible edge. And C dot 3 dot is the hidden edge. Here D dot. This is the top view of the front view of a pentagonal prism. Here placed on its base on HP and one vertical face is perpendicular to VP. VP की perpendicular to edge base vertical face है ना A, B, 2, 1. ഈ face ആയിരിക്കും perpendicular VP ആയിട്ട് വരും. ഇനി നമ്മുടെ ലക്ഷ്യം how to draw the isometric view from this. അല്ലേ? അതിന് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിനൊരു ബോക്സിനകത്താക്കുക. So that ഇത് അറിഞ്ഞിരിക്കുക, this length is equal to base at 50 and height is equal to 100. This is equal to 100. ഇനി നമ്മൾ ഇതിനെ ബോക്സിലാക്കുക. So that ഇതിനെ നമ്മളൊരു ബോക്സിനകത്താക്കി അതിന് നമ്മൾ പേര് കൊടുത്തു P Q R S. അതുപോലെ തന്നെ മുകളിലുണ്ട്. അതുപോലെ ഒരു റെക്ടാങ്കുലർ ബോക്സിനകത്താണ് നമ്മൾ ഇതിനെ. So to draw the isometric view നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ബോക്സ് വരയ്ക്കാം. This is the reference line. ആദ്യം ഈ ബോക്സ് വരയ്ക്കുമ്പോൾ ഈ P2 mark the point P here. Mark the point. ഒരു പോയിന്റ് എടുത്തു, ഈ P നമ്മൾ മാർക്ക്. Then
We know that ഇതിങ്ങനെ ബോക്സ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് PQ, QR എല്ലാം parallel to horizontal plane, so that this makes 30 degree inclined to the reference line. First of all, നമ്മൾ PQ എടുക്കണം. PQ is 30 degree inclined, 30 degree inclined. Length എന്തുവരെയായിരിക്കും? എത്രയാണ് ലെങ്ത്? ആ ലെങ്ത് തന്നെയായിരിക്കും. And mark Q. ഇതുപോലെ തന്നെ S. This is S. R മാർക്ക് ചെയ്യാം. Same distance. അപ്പൊ നമ്മൾ ആ ബോക്സിന്റെ താഴത്തെ പോർഷൻ വരച്ചു. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? This we know that this height is equal to 100. അപ്പോ 100 ലെങ്ത് എടുത്ത് എല്ലാ കോർണറിൽ നിന്നും മുകളിലേക്ക് വെർട്ടിക്കലി അയച്ച് വരും. എല്ലാ കോർണറിൽ നിന്നും വെർട്ടിക്കൽ ലൈനിൽ വരയ്ക്കുക. 100. Okay. So that അവിടെ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. This is P, Q, R, S. ഈ Q എന്ന് പറയുന്നത് 100 P എന്ന് പറയുന്നത് 100 R 100 S 100. അപ്പൊ അങ്ങനെ ബേസ് നമ്മൾ ഇത് വെച്ചിട്ട് ബേസിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഈ ലെങ്ത്. സോ ഇത് വെച്ചിട്ടുള്ള നമ്മൾ ഒരു ബോക്സ്. ഇനി ഈ ബോക്സിനകത്ത് എന്തായിരിക്കണം? പെന്റഗണൽ പ്രിസം നമുക്ക് വരയ്ക്കണം. അത് വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് മാർക്ക് ദ പോയിന്റ് എ ഹിയർ. അപ്പൊ എന്താ? ഈ ഡിസ്റ്റൻസ് എടുക്കുക. ഈ ഡിസ്റ്റൻസ് എടുത്തിട്ട് മാർക്ക് എ. ദിസ് പോയിന്റ് ഈസ് എ. എന്ന് പറയുന്ന പോയിന്റ് ഓൺ PQ ലാണ്. PQ ലെ മാർക്ക്. Then mark B. This point is B. Okay. Then C. അതെവിടെയാ? Q മാർക്ക് C. This is C. Then D. S ലെ D. And E. അപ്പൊ ഒന്നുമില്ല, ഈ സ്ക്വയറിൽ നിന്ന് എന്ത് ചെയ്യാം? ഈ കറസ്പോണ്ടിങ് ABCD മാർക്ക് ചെയ്യാം. ഓക്കെ. അതുപോലെ തന്നെ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ഇവിടെ എയുടെ താഴെ വരുമ്പോ സോറി 1 2 3 4 5. പെന്റഗണൽ പ്രിസത്തിൽ ഈ പറയുന്ന 4 4 8 കോർണറുകൾ നമ്മൾ മാർക്ക് ചെയ്യും. ഇനി അതിന്റെ എഡ്ജുകളെല്ലാം തിന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. നമുക്ക് ഫ്രെയിം AB, BC, CD, PE ആൻഡ് EA. അതുപോലെ 1 2 2 3 3 4 4 5 and 5 1. Then A1, B2, C3, D4 and E5 and E5. D4 and E5. ഇങ്ങനെ ഒരു ഷേപ്പ് നമുക്ക് കിട്ടും. ഇങ്ങനെ ഒരു ഷേപ്പ് കിട്ടി കഴിഞ്ഞാൽ ഐസോമെട്രിക് പ്രൊജക്ഷനിൽ നമ്മൾ വരയ്ക്കുമ്പോൾ അറിയേണ്ട ഇനി നെക്സ്റ്റ് വിച്ച് ആർ ദ എന്താ പറയാ വിസിബിൾ എഡ്ജസ് ആൻഡ് ഹിഡൻ എഡ്ജസ്. അത് നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ആദ്യം തന്നെ ഔട്ടർ എഡ്ജസ് എല്ലാം തിക്കായിട്ട് നമുക്ക് അറിയാം. സാധാരണ ഓർത്തോഗ്രാഫിക് പ്രൊജക്ടർ പോലെ ഔട്ടർ എഡ്ജസ് എല്ലാം തിക്കായിട്ട് നമുക്ക് അറിയാം. ഓക്കെ. ഇനി ഐസോമെട്രിക് പ്രൊജക്ഷന്റെ പ്രിസം ആണെങ്കിൽ ബോട്ടം ബേസ് വിസിബിൾ ആണെങ്കിൽ ടോപ്പ് ഫേസ് ഹിഡൻ ആയിരിക്കും. ടോപ്പ് ഫേസ് വിസിബിൾ ആണെങ്കിൽ ബോട്ടം ഫേസ് ഹിഡൻ ആയിരിക്കും. അപ്പൊ ഐസോമെട്രിക് വ്യൂവിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏതെങ്കിലും പ്രിസം ആണെങ്കിൽ ഏതെങ്കിലും ഒരു ബേസ് എഡ്ജ് ആയിരിക്കും വിസിബിൾ ആയിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ ഈ ടോപ്പ് ഫേസിൽ നമ്മൾ വിസിബിൾ ആക്കി എടുക്കുക.
ഇതിനിങ്ങനെ വിസിബിൾ ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പൊ ടോപ്പ് ഫേസ് വിസിബിൾ ആണ് അല്ലെ, എല്ലാ എഡ്ജസും വിസിബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ബോട്ടം എന്തായിരിക്കും? ഹിഡൻ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ബോട്ടം ഹിഡൻ ആയിരിക്കും. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഹിഡൻ ആയിട്ടുള്ള ഫേസിലൂടെ കടന്നു പോകുന്ന എഡ്ജസ് വിസിബിൾ ആയിരിക്കും. ഹിഡൻ ആയിട്ടുള്ള ഫേസിലൂടെ കടന്നു പോകുന്ന എഡ്ജസ് വിസിബിൾ ആയിരിക്കും. വിസിബിൾ ആയിട്ടുള്ള ഫേസിലൂടെ കടന്നു പോകുന്ന എഡ്ജസ് ഹിഡൻ ആയിരിക്കും. ഉദാഹരണത്തിന് 1A എന്ന് പറയുന്ന ലൈൻ അല്ലെങ്കിൽ എഡ്ജ് ഈ ഹിഡൻ ഫേസുകളെ കടന്നു പോകും. അതുകൊണ്ട് എന്തായിരിക്കും? വിസിബിൾ ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ 4D എന്ന് പറയുന്ന 4D അല്ല, ഓക്കെ. ഇനി C3 എന്ന് പറഞ്ഞ എഡ്ജ് ഈ വിസിബിൾ ആയിട്ടുള്ള ഫേസിലൂടെയാണ് കടന്നു പോകുന്നത്. സോ ദാറ്റ് ഇതെന്തായിരിക്കും? ഹിഡൻ ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ 4D എന്ന് പറയുന്ന എഡ്ജ് ഈ വിസിബിൾ ആയിട്ടുള്ള ഇതിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് അത് എന്തായിരിക്കും? ഡോട്ടഡ് ആയിരിക്കും. So this is the pentagonal prism, isometric view. Okay, pentagonal prism. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങോട്ട് പറയാം, ജസ്റ്റ് പറയാം എങ്ങനെയാണ് ഒരു സോളിഡിന്റെ ഐസോമെട്രിക് വ്യൂ എന്ന് പറയാം. ആദ്യം ഇതിന്റെ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ വരയ്ക്കാം. ടോപ്പ് വ്യൂ, ഫ്രണ്ട് വ്യൂ, പറഞ്ഞിരിക്കുന്ന പൊസിഷൻ അതിൽ ബോക്സ് കണക്കാക്കി ആ ബോക്സിന്റെ ഐസോമെട്രിക് വ്യൂ വെച്ചു. ഹൈറ്റ് 100 ആയതുകൊണ്ട് എല്ലാം 100. അപ്പോഴാണ് കംപ്ലീറ്റ് ബോക്സ് ആയിരുന്നു. ബോക്സിന്റെ ഐസോമെട്രിക് വ്യൂ ആണ് ആദ്യം വരച്ചത്. എന്നിട്ട് അവിടെ കറസ്പോണ്ടിങ് ഈ പോയിന്റുകൾ മാർക്ക് ചെയ്യാം. ABCD 1 2 3 ആണ് വരുന്നത്. സോറി, ഇതിനകത്ത് നമ്മൾ മാർക്ക് ചെയ്ത ഒരു ചെറിയ മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട്. താഴെയാണ് 1 2 3 4 വരുന്നത്. മാർക്ക് ചെയ്തപ്പോൾ മാറിപ്പോയി. താഴെയാണ് 1 2 3 4 വരുന്നത് അല്ലെ. 1 2 3 4 5 മുകളിൽ വരുന്നതാണ് ABCD. A B C D മിസ്റ്റേക്ക് പറ്റി. നോക്കാം. അപ്പോ അത് കഴിഞ്ഞിട്ട് കറസ്പോണ്ടിങ് പോയിന്റ്സുകൾ നമ്മൾ മാർക്ക് ചെയ്തു. ആ പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്തു. എഡ്ജസ് എല്ലാം വരച്ചു. എന്നിട്ട് ഹിഡൻ വിസിബിൾ വരയ്ക്കാൻ നേരത്തെ ഇതിപ്പോ താഴത്തെ ഫേസ് നമുക്ക് കാണാൻ പറ്റില്ല, ഹിഡൻ ആണ്. അപ്പൊ എന്തായിരിക്കും? മുകളിലെ ഫേസ് വിസിബിൾ. ഇനി വിസിബിൾ ആയിട്ടുള്ള ഫേസിലൂടെ കടന്നു പോകുന്ന എഡ്ജ് ഹിഡൻ ആയിരിക്കും. ഹിഡൻ ആയിട്ടുള്ള ഫേസിലൂടെ കടന്നു പോകുന്ന എഡ്ജ് വിസിബിൾ ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഐസോമെട്രിക് വ്യൂ ഓഫ് പെന്റഗണൽ പ്രിസം നമുക്ക് വരയ്ക്കാം. അപ്പം നിങ്ങൾ ഇതൊന്ന് വരച്ച് നോക്കുക. വീഡിയോ വെച്ച് വരച്ച് നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിക്കുക. ഓക്കെ, ബൈ.